ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇതിനിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ അതായത് ഇങ്ങനെ കെട്ടി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഈ കക്കിരിക്ക ഇതെല്ലാം പൊന്തി മേലോട്ട് വന്നു പോയി. ഇത് കെട്ടി കൊടുത്താൽ മാത്രമേ നമുക്ക് മേലോട്ട് പന്തലിലേക്ക് കയറിയാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. പൂവും കായെല്ലാം കിട്ടുള്ളൂ. താഴെ ആയിപ്പോയാൽ പിന്നെ ഇങ്ങനെ ഞേന്ന് പോയാൽ പിന്നെ തല ഞേന്ന് പോയാൽ പിന്നെ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേക്കാന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്യേണ്ടത്. കണ്ടോ, ഞാനത് ഇന്നലെ പാള കീറി നേരാക്കി വെച്ച് കണ്ട ഇതുപോലെ കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുത്ത് മേലോട്ട് പോകുമ്പോൾ അവർ നേരെ പോയി കഴിഞ്ഞാൽ മേലെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പം പൂക്കാൻ തുടങ്ങി. കണ്ടില്ലേ, ഇതേപോലെ നിലത്തേക്കായിപ്പോയതാണ് വിഷമം. ഇത് പൊട്ടിപ്പോവുകയെ. ഇത് പൊട്ടാതെ നോക്കണം. ഇതിങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് വെക്കുമ്പോണ്ടല്ലോ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോയിന്ന് വരും. അപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇത് പൊട്ടാണ്ട് ഇതിങ്ങനെ ചുറ്റി കൊണ്ടുവന്നിട്ട് വേണം ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ. കണ്ട, ഇതേപോലെ കെട്ടിക്കൊടുക്കണം. ഇതേപോലെ തല പൊട്ടിപ്പോയാൽ പിന്നെ അത് തേക്കാൻ പിന്നെ ആദ്യം പുതിയ തേത്ത് വരണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ മുഴുവനും കെട്ടിക്കൊടുത്തിട്ട് വേണം. എന്താ പിടിയുണ്ട് കണ്ട, ഞാനിപ്പം നട്ട കക്കിരിയാണ്. ഇതിപ്പോൾ പൂക്കുമ്പോഴാണ്. ഇതിപ്പം പൂക്കാൻ തുടങ്ങി. കണ്ട, പൂ വന്ന് തുടങ്ങി. ഇനി വേഗത്തിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിന് സ്ലറി കൊടുക്കുക. നല്ലൊരു നമ്മളൊരു അത്ഭുത സ്ലറി ഉണ്ട്. അത് കൊടുത്താൽ മാത്രമേ ഇനിയിപ്പം ജീവൻ വെക്കൂ. വേഗം ഉഷാറോടെ ഇനിയിപ്പം രണ്ട് ദിവസം കൊണ്ട് പന്തലുമ്പോൾ കയറിക്കോളും. നമ്മൾ ഈ വളവും കൊടുത്ത് ഇത് കെട്ടിക്കൊടുത്താൽ ഇതിൻ്റെ മേലോട്ട് കയറാണെങ്കിൽ ഇട്ട് കൊടുക്കണം. താഴോട്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ കെട്ടിക്കൊടുക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഞാനിപ്പം ഇത് കണ്ട ഇതേപോലെ തലയിങ്ങനെ നല്ല എടുത്തിട്ട് വെക്കണം. അല്ലെങ്കിൽ പൊട്ടിപ്പോയി. ആടെ ഒന്ന് പൊട്ടിപ്പോയി, ഒരു തല പൊട്ടിപ്പോയി. അതിങ്ങനെ കെട്ടുന്ന കെട്ടല് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ ചെയ്യണം. ഇനിയിപ്പോൾ ഇത് നീണ്ടു വരുന്നേനെ കെട്ടിക്കൊടുക്കണം. ഇന്ന് ഒരു ദിവസം കെട്ടിക്കൊടുത്തിട്ടെങ്കിൽ പോയാൽ പോരാ. ഇപ്പം കണ്ടല്ലോ, ഇതേപോലെ എല്ലാം ഇനിയിപ്പം നമുക്ക് നല്ല കാണാനും നല്ല ഭംഗി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിപ്പം വളർന്ന് വരുമ്പോൾ നമുക്ക് ഇത് പൂക്കാൻ തുടങ്ങി. ഇനിയിപ്പം പൂത്ത് കഴിഞ്ഞാൽ ഈ സ്ലറി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കായ് ഉണ്ടാവാൻ തുടങ്ങും. ഈ പൂണ്ടാലോടുകൂടി തന്നെ കായും വരും. ഇതേപോലെ കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തതിന് ശേഷമാണ് ഇത് ഇത് നല്ല നേരെ പോയിട്ടുണ്ട്. ഇത് ഏടി ഒടിഞ്ഞു പോയിട്ടില്ല. അത് ഒടിഞ്ഞു പോയിന് വരുമ്പം തന്നെ. അതാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയത്. കണ്ടില്ലേ, ഇനിയിപ്പം എന്നും കെട്ടിക്കൊടുക്കണം. ഇനി ഇതിപ്പം കഴിഞ്ഞ് ഒരാഴ്ച 2 ദിവസം കഴിയുമ്പോൾ ആദ്യം കെട്ടാനാവും. ഇപ്പം കണ്ടില്ലേ, അത് അവിടെ 2 എണ്ണത്തിന് കെട്ടൽ പോരാ. ഇതിപ്പോൾ ഇല്ല, ഇങ്ങനെയും കൂടി ഒരു കെട്ടും കൂടി കൊടുക്കണം. എന്നാലേ ഇതിവിടെ ഒട്ടി നിൽക്കൂ. അത് അതിന് വേദന എടുപ്പിക്കാണ്ട് കെട്ടണം. ഈ കെട്ടുമ്പോൾ അത് മുറിഞ്ഞു പോറ് തണ്ടിന് കൊള്ളറ് കൊണ്ട് വലിച്ച് കെട്ടാൻ പാടില്ല. ശരിക്കും കൊള്ളിച്ചിങ്ങനെ കെട്ടുകയോ ചെയ്യാതെ നമ്മളെല്ലാം അങ്ങനെ ചെയ്ത് നോക്കി. ഇതിനിപ്പം ഈ തല മേലോട്ട് വരണം. മേലോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. ആ മേലോട്ട് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. ഈ തല ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് കെട്ടി കൊടുക്കണം. എന്നാൽ അങ്ങ് മുകളിലോട്ട് വന്നോളൂ. അതാടെ കെട്ടിക്കൊടുത്താൽ മതി. അവരെ ചൊറഞ്ഞിട്ട് അവരെ ചൊറയുണ്ടല്ലോ, ആ കൈച്ചൊറ അത് ഇട്ടിട്ട് അവരെ ആക്കിക്കോളും. ഇനിയിപ്പം എന്താ വേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ സ്ലറി കൊണ്ടുവച്ചിട്ടുണ്ട്. ആ സ്ലറി ഒഴിച്ച് കൊടുക്കുക വേണ്ടത്. ആ സ്ലറി ഒഴിച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പം എൻ്റെ മഞ്ഞൾ കൃഷി ഇത് ഞാൻ കാടിലുണ്ട്. ഇത് പറിച്ച് കളഞ്ഞ് ഇതിനും കൂടി കുറച്ച് പോട്ടിയും മിക്സ് ഇട്ട് കൊടുക്കണം. ചാണകം സ്ലറി ഒഴിച്ച് കൊടുക്കണം. ഇപ്പം തൽക്കാലം ഞാൻ ഇതിൻ്റെ പുല്ലെല്ലാം പറിച്ച് കളയട്ടെ. നിങ്ങളിന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ്. കണ്ട നല്ല ഉഷാറായിട്ടുണ്ട് മഞ്ഞൾ. ഇതിവിടെ ഇങ്ങനെയുള്ള അസോള ടാങ്കിയാണ് നീലാന്ന് ഞാൻ ഇതിൻ്റെ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. നല്ല മഞ്ഞൾ അത്രേ നട്ടിട്ടുള്ളൂ. അത് ഇന്നും നടാനുണ്ട് ഇത്ര, പക്ഷെ നട്ടിട്ടില്ല. ഞാൻ കുറേ നട്ടു. ഇന്നും കുറച്ചും കൂടി നടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതേപോലെ കണ്ടോ, ഇതേപോലെ ഞാൻ ഇതെല്ലാം പറിച്ചു കൊടുത്ത് നമുക്ക് നല്ലൊരു മഞ്ഞൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് ഞാനിപ്പം പരിപാടി ഇടുന്നത്. അങ്ങോളം മഞ്ഞളാണ്. ഇതിപ്പം തേച്ചും മഞ്ഞൾ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് കൊടുത്ത അത് വല്ലാതൊക്കെ ചൊറിയും. കണ്ടല്ലോ, ഇതേപോലെ ഇത് നല്ല എന്തൊരു ഭംഗിയാന്ന് കാണാൻ. മഞ്ഞൾ കാണാൻ നല്ല കൃഷി കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. നോക്കറോ, നല്ല അടിപൊളി കൃഷിയല്ലേ. അത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ സ്ലറി ഒഴിച്ച് കൊടുക്കട്ടെ. നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ ഈ സ്ലറി. ഇത് ഇതേപോലെ ഈ മഴയില്ലത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒരു താലോലി ഉണ്ട് അതിൻ്റെ നടുക്ക്. അതാണ് ഞാനത് ഇപ്പം മഴ പെയ്താൽ പ്രശ്നമില്ല. മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇത്
അല്ല നല്ല സ്ലെറിയായത് ഇത് എന്ന് വെച്ചാൽ നല്ല എന്നാ പറയണ്ട ഉണങ്ങിയെടുത്തുനിന്ന് ജീവൻ വെച്ചിട്ട് വരുന്ന ചെറിയായത് ഇതിലെല്ലാം പിണ്ണാക്ക് കാലിത്തീറ്റ അല്ല പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി പിന്നെ കടലപ്പിണ്ണാക്ക് വെല്ലം കടലപ്പൊടി പിന്നെ ചീമക്കൊന്നച്ചപ്പ് കഞ്ഞിവെള്ളം ഇതെല്ലാം കൂടി ഒഴിച്ചിട്ടുള്ള സ്ലെറിയായത്. അതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ നല്ല അസൽ ഇതാ കഴിഞ്ഞു. ഇനി അത് ആദ്യം ഉണ്ടാക്കി വെക്കണം അത്രേ. ഇനി ആദ്യം ഞാൻ ഉണ്ടാക്കി വെച്ച കുറേ നാളായി അതിങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇനിയിപ്പോൾ അധികം ഈ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കാൻ നോക്കണം. ഇനിയിപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കണ്ടല്ലോ ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം.